ഓക്കെ, സോ നമുക്ക് മൊഡ്യൂൾ 1 ആരംഭിക്കാം. സോ മൊഡ്യൂൾ 1 നമുക്ക് ഫസ്റ്റ് സെക്ഷനായിട്ട് ഉള്ളത് ഒരു ഡിസ്കഷനാണ്. ഡിസ്കഷൻ അബൌട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, സോ ഇറാഷണൽ നമ്പേഴ്സിൽ നമ്മൾ എത്തുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാം, റിയൽ നമ്പേഴ്സ് പഠിക്കണമെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ആവശ്യമാണ്. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. വി ഓൾ നോ what are natural numbers. Natural numbers are numbers 1, 2, 3, 4 etc. ഞാനതിനെ സെറ്റ് നൊട്ടേഷനിൽ എഴുതിയെന്നേ ഉള്ളൂ. And they can be called the counting numbers. And ഒരു ജർമ്മൻ മാത്തമാറ്റിക്സ് ഇങ്ങനെ പറയുകയുണ്ടായി, the natural numbers are the work of God. All the rest is the work of mankind. എന്ന് വെച്ചാൽ കൗണ്ടിങ് നമ്പേഴ്സ് ആയ നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടിയതാണെന്നാണ്. എന്നാൽ അതിനെ ഡെവലപ്പ് ചെയ്തത് അത് മനുഷ്യനാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എലമെൻസിനെ നമ്മൾ ആഡ് ചെയ്തു. ഡസൻ മാറ്റർ, രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്കൊരു നാച്ചുറൽ നമ്പർ തന്നെ കിട്ടും. ബട്ട് നൗ വാട്ട് അബൌട്ട് സബ്ട്രാക്ഷൻ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ തന്നെയുള്ള എലമെൻറ്റ് കിട്ടത്തില്ല. സോ നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. ആൻഡ് അങ്ങനെയാണ് നമുക്ക് ഇൻറ്റിജേഴ്സ് ലഭിച്ചത്. ആൻഡ് വി ഓൾ നോ ഇൻറ്റിജേഴ്സ് ഇസ് ഓൾസോ ആൻ ഇൻഫിനിറ്റ് സെറ്റ്. അപ്പോൾ ഇങ്ങനെ ഞാൻ എഴുതി നിർത്താം അതിനെ. ഓക്കെ, സോ യു സീ ആൻ എക്സ്റ്റെൻഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഈസ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, ഇൻറ്റിജേഴ്സിൽ നമ്മൾ നോക്കുമ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 ഉണ്ട് അല്ലേ ഇൻറ്റിജേഴ്സിൽ. അതുപോലെ അഡിറ്റീവ് ഇൻവേഴ്സും ഉണ്ട്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്താ? ഒരു എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് -a ആണ്. സോ 3യുടെ അഡിറ്റീവ് ഇൻവേഴ്സ് -3 ആണ്. -2ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് 2 ആണ്. ഇതെല്ലാം അതിൽ തന്നെയുണ്ട്. എന്നാൽ നമ്മൾ ഈ ഇസഡിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വി എൻഡഡ് അപ്പ് വിത്ത് എ പ്രോബ്ലം. നമുക്ക് ഈ ഇൻറ്റിജേഴ്സിനെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യണം എന്നായി. കാരണം രണ്ട് ഇൻറ്റിജേഴ്സിനെ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2ഉം 3യും എടുക്കുകയാണെങ്കിൽ 2/3 ദിസ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇൻറ്റിജേഴ്സ്, റൈറ്റ്? സോ അപ്പോൾ എന്താ, വി നീഡ് എ ന്യൂ സെറ്റ് ആൻഡ് വി കോൾഡ് ഇറ്റ് the set of rational numbers. Okay, so what are rational numbers? They are a set that consists of elements of the form p by q, where p and q are integers, but q not equal to 0. Okay, denominator 0 ആകാത്ത ഫ്രാക്ഷൻസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ നോക്കിയപ്പോൾ റാഷണൽ നമ്പേഴ്സ് ഒരു ഫെയർ സെറ്റാണ്. കാരണം റാഷണൽ നമ്പേഴ്സിൽ അധികം പ്രശ്നമൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ നോക്കിയാൽ അവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താ? അത് 1 ആണ്. അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും ഉണ്ട്. ആർക്കാണ്? നോൺ സീറോ എലമെൻസിന്. 0യ്ക്ക് ഒരിക്കലും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ലല്ലോ, കാരണം 0യുടെ റെസിപ്രോക്കലി ഡിഫൈൻഡ് അല്ല. എന്നാൽ നോൺ സീറോ നമ്പേഴ്സിനെല്ലാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. അതാരാ? എയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/a, റൈറ്റ്? നമുക്കിത് അറിയാം. സോ റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ നോക്കുമ്പോൾ there is a multiplicative identity 1 and all non-zero elements have a multiplicative inverse. അപ്പോൾ ക്യൂ എന്തിലൊക്കെ സക്സസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ ക്യൂ ഈസ് സക്സസ്ഫുൾ ഇൻ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. സക്സസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ക്യൂവിനെ കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു. ക്യൂ ഈസ് സക്സസ്ഫുൾ. ക്യൂ ഈസ് സക്സസ്ഫുൾ ഇൻ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ക്യൂവിൻ്റെ ചില പ്രോപ്പർട്ടീസ് പറഞ്ഞു പോവാം. സോ properties of rational numbers. Okay, so ഒന്നാമത്തെ പ്രോപ്പർട്ടി, Q is a field.
Now what do you mean by field? Field എന്ന് പറഞ്ഞാൽ it's a set where addition and multiplication are well defined. നമ്മളിത് കണ്ടതാണ്. Okay. So moreover commutative property കാണാൻ കഴിയും, associativity കാണാൻ കഴിയും, both in addition and multiplication. Then distributivity of multiplication over addition അത് നമുക്ക് കാണാൻ കഴിയും. For example, a times b plus c is equal to ab plus ac. പിന്നെ അത് കൂടാതെ നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്, അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും ഉണ്ട്. സോ ഒന്നാമത് നമ്മളിപ്പോൾ അറിയേണ്ട പ്രോപ്പർട്ടി ക്യൂ ഇസ് എ ഫീൽഡ്. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദ സെക്കൻഡ് പ്രോപ്പർട്ടി? രണ്ടാമത് ക്യൂ ഹാസ് ഓർഡർ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഓർഡറിങ് പോസിബിൾ ആണ്. സോ ഓർഡറിങ് ഈസ് പോസിബിൾ. നൗ വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? അതിൻ്റെ അർത്ഥം, ഇപ്പോൾ സപ്പോസ് ഞാൻ നിങ്ങൾക്ക് രണ്ട് റാഷണൽ നമ്പേഴ്സിനെ തന്നു കഴിഞ്ഞാൽ one of the three happens. Either r will be less than s or r will be equal to s അല്ലെങ്കിൽ r greater than s. Okay, so ക്യൂവിൻ്റെ എലമെൻറ്റ്സിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? there is an order for them. ഓക്കെ, മൂന്നാമത് ഇപ്പോൾ ഇങ്ങനെ പറയാം, ക്യൂ ഈസ് ഡെൻസ്ലി നെസ്റ്റഡ് ടുഗദർ എന്ന് നമുക്ക് വേണേൽ പറയാം. ഓക്കെ, സോ ഇതിനെ ഇലസ്ട്രേറ്റ് ചെയ്യാൻ, ഓക്കെ, ലെറ്റ് മീ ഗിവ് ആൻ എക്സാമ്പിൾ. സോ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ടെന്നിരിക്കട്ടെ. സോ ഇതൊരു ഇൻറ്റിജറാണ്, ഇതൊരു ഇൻറ്റിജറാണ്. സീ ദ ഗ്യാപ്പ്, വൈഡ് ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. Now can you locate a rational number between 1 and 2? There are many. For example, നിങ്ങൾക്ക് what is 1 plus 2 by 2? അവരുടെ ആവറേജ് എടുക്കുമ്പോൾ you will get 3 by 2, right? ആവറേജ് എടുത്താൽ മതി. വീണ്ടും ഇവരുടെ ആവറേജ് എടുത്താൽ നിങ്ങൾക്ക് വേറൊരു റാഷണൽ നമ്പർ കിട്ടും. സോ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് റാഷണൽ നമ്പേഴ്സിനെ കിട്ടാം. എന്ന് വെച്ചാൽ രണ്ട് റാഷണൽ നമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. They are densely nested together. So the first property is it's a field, it has order, and it is densely nested together. So these are the properties of Q. Okay, അപ്പോൾ നമ്മൾ ക്യൂവിൻ്റെ 3 പ്രോപ്പർട്ടീസ് കണ്ടു. Q is a field, Q has order, but Q is densely nested together. എന്നാൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് Q is lacking something. നമുക്കറിയാം അഡീഷനിലും സബ്ട്രാക്ഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും എല്ലാം Q was successful. എന്നാൽ what about taking the square root of a rational number? Suppose നമുക്കറിയാം 4 is a rational number and taking the square root of a rational number is again a rational number. But what about 2? 2 is a rational number. Taking square root of 2, is it rational? The answer is no. So we have some problem. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വേണേൽ പറയാൻ പറ്റും, there are some holes. ഓക്കെ, സോ റൂട്ട് 2-നെ നമുക്ക് റാഷണൽ നമ്പർ എന്ന് പറയാൻ പറ്റണമെങ്കിൽ റൂട്ട് 2 മസ്റ്റ് ബി റിട്ടൺ ഇൻ ദ ഫോം p by q, ആൻഡ് ദിസ് ഈസ് ഇമ്പോസിബിൾ. സോ ഇതാണ് നമ്മളെ ആദ്യത്തെ ഒരു തിയറത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. സോ നമുക്ക് ആ തിയറം എന്താണെന്ന് നോക്കാം.
The theorem says there is no rational number whose square is 2. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പി ബൈ ക്യൂ അതിൻ്റെ സ്ക്വയർ 2 ആകുമോ എന്നാണ് അതിൻ്റെ ചോദ്യം. The answer is no. There is no rational number whose square is 2. Okay. So ഈ തിയറത്തിൻ്റെ പ്രൂഫ് നമുക്ക് എല്ലാവർക്കും അറിയാം. It's by contradiction. Okay. So നമ്മൾ എന്താ ചെയ്യേണ്ടേ? ആദ്യം we suppose that root 2 is rational. That is, root 2 can be written in the form p by q. ഇപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു അസംഷനും കൂടെ നടത്തും, where p and q are co-primes. Co-primes means there is no common factor for p and q other than 1. Okay, now we will square it. Square ചെയ്യുമ്പോൾ we'll get 2 is equal to p by q the whole square. So 2q square is equal to p square. That means 2 divides p square. 2 p square ne divide ചെയ്ത് കഴിഞ്ഞാൽ then clearly 2 will divide p. Okay. Now 2 p യെ divide ചെയ്യുമ്പോൾ p can be written as some 2r. നമ്മൾ ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 2q square is equal to 2r the whole square എന്ന് വരും. So that is 2q square is equal to 4r square, or we'll get q square is equal to 2r square. ഇവിടെ നമുക്ക് 2 divides q square, which implies 2 divides q. Now we arrive at something. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 divides p, 2 divides q, but since 2 divides p and 2 divides q, p and q are not co-primes, and this is a contradiction to our assumption. So this is a contradiction to our assumption. And what was our assumption? That p and q are co-primes. അപ്പോൾ എന്താ നമ്മുടെ കൺക്ലൂഷൻ? ഹെൻസ് root 2 must be irrational. In other words, it is not rational. Okay. അപ്പോൾ നമ്മൾ റൂട്ട് 2 ഇറാഷണൽ ആണെന്നുള്ള ഒരു പ്രൂഫ് കാണുകയുണ്ടായി. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് തിയറമായിട്ട് മാറി. സോ ദിസ് ബിക്കെയിം ആൻ ഇമ്പോർട്ടൻറ്റ് തിയറം. അപ്പോൾ റാഷണൽ അല്ലാത്ത നമ്പേഴ്സ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ തുടങ്ങി. ഇപ്പോൾ ഏൻഷ്യൻ ഗ്രീക്സിന് റൂട്ട് 2 അത്ര വലിയ സ്പെഷ്യൽ അല്ലായിരുന്നു. അവരെ സംബന്ധിച്ച് റൂട്ട് 2വിനെ അവരൊരിക്കലും ഒരു അരിത്തമെറ്റിക് നമ്പറായിട്ട് കൺസിഡർ ചെയ്തിരുന്നില്ല. എന്നാൽ അവർ ജോമെട്രിക്കലി റൂട്ട് 2വിനെ ആക്സെപ്റ്റ് ചെയ്തിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പൈതഗോറസ് തിയറത്തിൽ 1 ബേസും 1 ഹൈറ്റും ഉള്ളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പർന്യൂസ് ആയിട്ട് വരുന്ന റൂട്ട് 2 ആണ്. അപ്പോൾ റൂട്ട് 2വിനൊരു ജോമെട്രിക് മീനിങ് മാത്രമേ ഏൻഷ്യൻ ഗ്രീക്സ് കൊടുത്തിരുന്നുള്ളൂ. എന്നിരുന്നാലും അവർക്ക് റൂട്ട് 2വിൻ്റെ എക്സിസ്റ്റൻസിനെ ഡിനൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ there are some holes to be filled എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആദ്യമേ ആരംഭിച്ച നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഇൻറ്റിജേഴ്സ് ആക്കി, പിന്നെ റാഷണൽ നമ്പേഴ്സ് ആക്കി, പിന്നെ ഇറാഷണൽ നമ്പേഴ്സിനെയും കൂടെ നമ്മൾ ഫില്ല് ചെയ്യണമല്ലോ. സോ വി നീഡ് ടു കൺസിഡർ വാട്ട് ഇസ് കോൾഡ് റിയൽ നമ്പേഴ്സ്. സോ റിയൽ നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താന്ന് ചോദിച്ചാൽ, റിയൽ നമ്പേഴ്സ് ആർ ബേസിക്കലി ഇറ്റ്സ് എ യൂണിയൻ ഓഫ് rational numbers and irrational numbers. So I'll use the notation I for irrational numbers.
Okay. So rational അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് irrational. So what are irrational numbers? Numbers which cannot be written in the form of p by q. So examples നമ്മൾ √2 കണ്ടു, അതുപോലെ √3 കണ്ടു. So generally root of a prime number is irrational. Root of a prime number മാത്രമാകണമെന്നില്ല, root of 15 is also irrational. So irrational numbersൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ഒരുപാട് കണ്ടെത്താൻ കഴിയും. സോ എനിവേ, സോ നമ്മൾ ഈ സ്റ്റേജിൽ നമ്മുടെ ഒന്നാമത്തെ ഡിസ്കഷൻ കഴിഞ്ഞു. സോ വി വെർ ആക്ച്വലി ഡെവലപ്പിംഗ് ഫ്രം ദ ഫൗണ്ടേഷൻ of natural numbers and we have ended up with real numbers. So this is the introductory part, or we may say the initial discussion. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. Bye. Thank you.